ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുക, ഇന്നത്തെ വീഡിയോ എന്താക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരുപാട് പേർക്ക് ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്ന വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇന്നൊരു കണ്ടന്റ് എടുത്തിട്ട് ഒരു മാറ്ററിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ എന്തെടുക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് വിചാരിച്ചത്, നമ്മുടെ ലൈഫിൽ, അതായത് എൻ്റെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടിയൊരു ടോപ്പിക്കാണ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. എന്താണ് ശരിയും തെറ്റും എന്നുള്ളത്. അതായത് എന്റെ ആവശ്യം നിന്റെ അനാവശ്യമായിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പൊ ഇന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അതായത് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് അനാവശ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നൊരു ചെറിയ ചർച്ചയിലൂടെ പോകാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമ്മയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരുപാട് നമുക്ക് പോസിറ്റീവ് കമന്റ്സും അതേപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും ഒരുപാട് കേട്ടു. അപ്പം ഇതില് ശരിക്കും ചിലർക്ക് ഈ പറയുന്നത് പോലെ ഈ കല്യാണത്തിനോട് ഭയങ്കര വിയോജിപ്പുണ്ടായിരുന്നു. അതായത് നമ്മുടെ റിലേറ്റീവ്സിനെ തന്നെ എടുത്ത് ഞാൻ പറയാം. റിലേറ്റീവ്സിൽ കുറേ പേർക്ക് ഒരു പ്രശ്നമില്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെ അല്ല ഞാൻ പറയുന്നത്. അല്ലാണ്ട് കുറച്ച് പേർക്ക് ഇപ്പോഴും പ്രശ്നമാണ്. അതായത് ഇന്ന് മെസ്സേജ് ചെയ്യുന്നവരും ഇന്ന് നമ്മളെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നത്, പക്ഷേ ഈ കല്യാണം നമ്മൾ നിശ്ചയിച്ച സമയത്ത് പറയുന്നത് കല്യാണമേ വേണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും കല്യാണം മുടക്കാനായിട്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കല്യാണം എല്ലാം സെറ്റായി, കല്യാണം നമ്മൾ നടത്തി സമാധാനമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഇത് ഇത്രയും പബ്ലിക്കലി അറിയിക്കാനായിട്ട് പോയത്, എന്തിനാണ് ഈ വീഡിയോ ഒക്കെ കവർ ചെയ്യാനായിട്ട് മീഡിയാസിനെ ആക്കിയതും റെഡി ആക്കിയതും, അല്ലെങ്കിൽ അവർ വന്നപ്പോൾ എന്തിന് നിങ്ങൾ സമ്മതിച്ചു, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈവൻ എൻ്റെ യൂട്യൂബിൽ പോലും നമ്മൾ ഇതിന്റെ കണ്ടന്റ് ആക്കുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടന്റ് കേട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ കല്യാണം നടത്തിയെന്നൊക്കെ. എൻ്റെ പൊന്ന് സഹോദരന്മാരെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പൊന്ന് റിലേറ്റീവ്സ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എന്തിനാണ് ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് അതിൻ്റെ അമ്മയെ കല്യാണം കഴിപ്പിച്ചിട്ടാണോ ആരെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുക? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് നിങ്ങളുടെയൊക്കെ അമ്മമാരെ കല്യാണം കഴിപ്പിച്ചാൽ പോരെ, ഈ കണ്ടന്റ് അങ്ങനെ വരുമല്ലോ, നിങ്ങളുടെയും വൈറൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കും എന്താ പറയുക കോടികൾ കിട്ടിക്കോട്ടെ. ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്, കോടികൾ ഞാൻ നേടി എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പൊന്നോ, അങ്ങനത്തെ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. എനിക്ക് ജോലിയൊക്കെ രാജിവെച്ചിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, സോ കമ്മിങ് ടു ദ പോയിന്റ്, നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും അമ്മയുടെ കല്യാണം കഴിഞ്ഞ സമയത്തും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമുക്ക് കുറേ പോസിറ്റീവ്സ് ആയിട്ടുള്ള നമ്മുടെ ചേച്ചിമാരും അല്ലെങ്കിൽ ചേട്ടന്മാരും വന്ന് നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് മോളെ, അത് കുഴപ്പമില്ല, അവർ വിവരം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു ബോധം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് ഫ്രസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പം ഒരു കാര്യമുണ്ട്, ശരിക്കും അവർക്ക് ചിലപ്പം ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം അവർ പറയുന്നത്. അല്ലാണ്ട് നമ്മളിപ്പോൾ തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ ഇങ്ങനെ സമർത്ഥിക്കില്ലല്ലോ. ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ സംസാരിക്കില്ലല്ലോ. ആ തെറ്റും അവർക്ക് ശരിയായിട്ട് തോന്നിയിട്ടായിരിക്കും അവർ പറയുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ, വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. ശരിക്കും റൈറ്റും റോങ്ങും, അല്ലെങ്കിൽ ശരിയും തെറ്റും, ഇത് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ സൊസൈറ്റി ആണോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണോ, നമ്മൾ ചെറുപ്പത്തിലെ വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യമാണോ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോസും റൂൾസും ആണോ? ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? ഇതിൽ എന്താണ് ഈ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്, അല്ലേ? അപ്പൊ നമ്മൾ കുറെ ശരികൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ആരാ നമ്മളെ പഠിപ്പിച്ചത്? നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നാണ് ഈ ശരിയും തെറ്റും നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ നമ്മൾ വളരെ ചെറുപ്പത്തിൽ നമ്മൾ വീട്ടിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ പാരന്റ്സ് പഠിപ്പിക്കുന്ന കുറേ ശരികളുണ്ട്. ഇതൊക്കെ, ഈ ശരികളൊക്കെ മോറലി ശരിയാണോ എന്നുള്ളത് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും എല്ലാ കുട്ടികളോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ എൽഡേഴ്സ് തന്നെയല്ലേ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതും, അല്ലെങ്കിൽ കുട്ടികളെ വേറെ ഒരു രീതിയിൽ നോക്കി കാണുകയൊക്കെ ചെയ്യുന്ന എത്രയോ മുതിർന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും ചെയ്യുന്ന ശരിയാണെന്നാണ് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ഈ തെറ്റും അവർ ശരിയാണെന്ന് വിചാരിക്കില്ലേ? അപ്പൊ എത്രയോ കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ശരികൾ പലപ്പോഴും തെറ്റാണ് അവരുടെ മുന്നിൽ. അപ്പൊ ഇപ്പോഴത്തെ യങ് ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ പല ശരികളും അവർക്ക് തെറ്റാണ്. ഇപ്പൊ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കാനായിട്ട് പുസ്തകം എടുത്ത് നോക്കി തുറന്നു വെക്കണമെന്ന് നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്ന കുട്ടികളെടുത്ത് ഇപ്പൊ എത്ര കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും? അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന എത്ര പേരുണ്ട്? അതിൽ എന്താണ് കാര്യം? നമ്മളുടെ ഉള്ളിൽ തന്നെയല്ലേ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? വേറൊരു ശക്തി ഉണ്ടോ? നമ്മൾ തന്നെയല്ലേ ആ ദൈവം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റ് നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റുമോ? ഇപ്പൊ എന്നോട് ഞാൻ പഠിപ്പിക്കുന്ന എന്റെ സബ്ജക്ട് മ്യൂസിക് ആണ്.
അപ്പൊ തന്നെ ഒരുപാട് കുട്ടികൾ ഞാൻ ത്യാഗരാജ സ്വാമികളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മുത്തുസ്വാമി ദീക്ഷിതരെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ലൈഫ് ഹിസ്റ്ററി പഠിപ്പിക്കാനുണ്ട് നമുക്ക്. അത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഫീൽ ചെയ്തതും ഓരോ സമയത്തും അവരുണ്ടാക്കിയ കോമ്പസിഷൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മരിച്ച ആള് തിരിച്ച് ആളെ എന്താ പറയാ, മരിച്ച ഒരാളെ ഈ സംഗീതത്തിലൂടെ തിരിച്ച് എഴുന്നേൽപ്പിച്ചു എന്നുള്ള കഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും എന്നോട് ഒരു കുട്ടി ചോദിച്ചതാണ്, ഇതൊക്കെ വെറും പുളുവല്ലേ മിസ്സേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് അവരോട് പറയാ? അപ്പൊ പല കാര്യങ്ങളും നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഗുരുക്കന്മാരുടെ അടുത്ത് അങ്ങനത്തെ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവില്ല, ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം ഗുരു പറയുന്നത് എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് നമ്മളുടെ ആൾക്കാരൊക്കെ. പക്ഷേ നമ്മൾ കുട്ടികളൊക്കെ, നമ്മുടെ ഒരു 90s കിഡ്സും ഒക്കെ, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ അവർ ചോദ്യം ചെയ്യും, അതെങ്ങനെ അത് ശരിയാവും, അത് ശരിക്കും അത് ശരിയാ, മോറലി കറക്റ്റ് ആണോ അല്ലെങ്കിൽ അത് ലീഗലി കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ നമ്മുടെ അടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ചിലത് നമുക്ക് ഉത്തരവ് ഇല്ല. കാരണം ഇതൊന്നും ഫാക്ട്സ് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മളും നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ചതോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെയാണ് ഓരോരുത്തരുടെയും ലൈഫിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ. ഈ സൊസൈറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും ശരിയെന്ന് തോന്നുന്നു. ഇപ്പൊ എൻ്റെ അമ്മയുടെ കല്യാണത്തിന്റെ കാര്യം തന്നെ പറയുമ്പോഴത്തേക്കും ചിലർക്ക് ഈ പറയുന്ന പോലെ കല്യാണം ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവരുടെ അമ്മേനെ ആ സ്ഥാനത്ത് അവർക്ക് അത് അങ്ങനെ കാണാൻ പറ്റില്ലായിരിക്കാം. അത് അവരുടെ ശരിയാണ്. പക്ഷെ നമ്മളുടെ അമ്മയെ നമുക്ക് കല്യാണം കഴിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മ പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതിനും നമുക്ക് താല്പര്യമാണെങ്കിൽ അത് ഞങ്ങളുടെ ശരിയല്ലേ? അപ്പം ഓരോരുത്തരുടെയും ശരിയും തെറ്റും ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും ശരിയും തെറ്റും ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ശരിയും തെറ്റിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വാട്ട് വി ബിലീവ് ഇസ് ഗുഡ്, അല്ലെങ്കിൽ ഫെയർ ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ റൈറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് റോങ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തെറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിച്ച് ഇസ് റോങ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോസിലുണ്ട്, ഈ റിലിജനിലുണ്ട്. റിലിജൻ തന്നെ പല മത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമുക്കത് ശരിയായിരിക്കാം. ശബരിമല ഇഷ്യൂ ആയിക്കോട്ടെ, എന്തൊരു കാര്യം ആയിക്കോട്ടെ, നമുക്ക് ചില കാര്യങ്ങളിൽ ചിലർ അതിൽ പറയുന്നുണ്ട്, ഇപ്പൊ പോയാൽ എന്താ, ശബരിമലയിൽ കയറിയാൽ എന്താ സ്ത്രീകൾ എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ ശരി, കയറിയാൽ അത് ശരിയാവില്ലെന്ന് പറയുന്നത് ഇവരുടെ ശരി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോയിന്റ്സ് ആണ് നമ്മൾ ആക്ച്വലി ഡിസൈഡ് ചെയ്യേണ്ടത് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഡസ് ഇറ്റ് ഹാം സംവൺ എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഒരാളെ നമ്മൾ ഹാം ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഡിസിഷനിൽ ഒരാളെ നമ്മൾ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കല്യാണം നടത്തി. ഞാൻ ആരെയും ഹാം ചെയ്തിട്ടല്ല ആ കല്യാണം നടത്തിയത്. നിങ്ങളുടെ ആരുടെയും നിങ്ങളുടെ എന്ന് പറയുന്നത് ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ക്ഷണിക്കുകയോ എൻ്റെ അമ്മയുടെ കല്യാണത്തിൽ പങ്കെടുത്തേ പറ്റുള്ളൂ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയുടെ കല്യാണം നടത്തിയത് എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവരുടെയും ഹാപ്പിനെസ്, അങ്കിളുടെയും അമ്മയുടെയും ഹാപ്പിനെസ്, നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അവർ കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് തായ്ലൻഡിലും പോയി തിരിച്ചും വന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള വേറെ കുറെ ആൾക്കാരുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടുള്ളത്? അത് നമ്മൾ ആരെങ്കിലും അവരെ ഹാം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്നും അല്ലല്ലോ നമ്മൾ അമ്മയെ കൊണ്ടുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ പാർട്ട്ണർ ഉള്ള സമയത്തല്ല അമ്മയെ വേറൊരു കല്യാണം കഴിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പാർട്ട്ണറിനെ ചതിച്ചിട്ടാണ് പോയെങ്കിൽ നമുക്ക് പറയാം ആ ആളെ നമ്മൾ ഹാം ചെയ്തിട്ടാ പോയെന്ന്. ഇല്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാണ് ഹാം ചെയ്തിട്ട് വേറൊരു ലൈഫിലേക്ക് പോകുന്നത്? സോ ഇതിൻ്റെ അകത്ത് ശരി എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്താണ് 100% ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് അമ്മയുടെ കല്യാണം ആരെയും ഹാം ചെയ്തിട്ടുള്ള ഒരു കല്യാണമല്ല. അങ്കിളും ഒരു ലൈഫിൽ വേറൊരു ലൈഫിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ അവിടുന്ന് ആദ്യം നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നതുമല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഡസ് ഇറ്റ് ഹാം സംവൺ, ആരെങ്കിലും നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ നെഗറ്റീവ് കമന്റ്സ് അയക്കുന്ന ആൾക്കാർ കുറെ പേര് നമ്മൾ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു എന്തായത് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കും. അത് എന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളെ ചെറുതായിട്ട് അത് ഹാം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം വേറൊരാളെ വേദനിപ്പിച്ച് സുഖം കാണുന്നത് അത് തെറ്റല്ലേ? അപ്പൊ നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ഒരു സന്തോഷം കാണുന്നത്, ആരെയും വേദനിപ്പിക്കാതെ കാണുകയാണെങ്കിൽ അതാണ് ശരി. ബാക്കിയുള്ളവര് നമ്മളെ അത് ഹാം ചെയ്ത് നമ്മുടെ സന്തോഷത്തിൽ അവർ ദുഃഖിക്കുന്നെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. അപ്പൊ ഡസ് ഇറ്റ് ഹാം സംവൺ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. വേറെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, വിഷമിപ്പിക്കുന്നുണ്ടോ എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ശരിയോ തെറ്റോ എന്താണെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ബാക്കിയുള്ളവരെ വേദനിപ്പിക്കാത്തടത്തോളം അത് ഓക്കെയാണ്. നെക്സ്റ്റ് ഇറ്റ് ഇസ് ഫെയർ എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് പറയുന്നത് ശരിയാണോ, അത് ഇസ് ഇറ്റ് ഫെയർ, അല്ലെങ്കിൽ അത് ഫെയറിന്റെ ഇപ്പൊ എന്താ പറയാ,
അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഇത് ചെയ്യുന്നത് ഓക്കെ ആണോ, നല്ലതാണോ, നല്ലതിനാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. ഒന്നൊന്ന് ചിന്തിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളത് പ്രവർത്തിക്കുകയാണെങ്കിലും അതായത് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ, ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കും ആ ബാക്കിയുള്ളവർക്കും സമാധാനം നൽകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇറങ്ങി പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മാറി താമസിക്കുകയാണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇസ് ഫെയർ. ബിക്കോസ് നമ്മൾ അവരെ ഹാം ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഡസൻ മേക്ക് എ പ്രോബ്ലം. അങ്ങനെയുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ട് പറയാം. നെക്സ്റ്റ് തിങ് ഇസ് വുഡ് ഐ അക്സെപ്റ്റ് ദിസ് ഇഫ് ഇറ്റ് ഹാപ്പൻ ടു മീ എന്നുള്ളതാണ്. ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവരെ ക്രൂശിക്കുമ്പോഴത്തേക്കും, നമ്മൾ കല്ലെടുത്തെറിയുമ്പോഴത്തേക്കും നമ്മൾ നന്മമരമാണോ എന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതായത് ഇപ്പം ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ ലൈഫിലാണ് ഈ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളും ഇങ്ങനെ ചെയ്യില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ആണോ റോങ് ആണോ നമ്മുടെ ഡിസിഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കേണ്ട 3 കാര്യങ്ങളാണ്: ഫെയർ ആണോ, അല്ലെങ്കിൽ നമ്മൾക്കിത് സംഭവിച്ചാൽ എന്ത് പറ്റും എന്നുള്ളതും, വേറെ ഒരാളെ ഹാം ചെയ്യാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ റൈറ്റും റോങ് എന്നുള്ള ഡിസിഷൻ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എൻ്റെ കുട്ടികളാണെങ്കിലും കേൾക്കുന്ന ആർക്കെങ്കിലും ഇപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോഴും ചില ചിട്ടവട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിൽ നമ്മൾ നിൽക്കുന്നുണ്ടാവും. അത് നമ്മുടെ പേരൻസിനെ വിഷമിപ്പിക്കുകയാണോ, നമ്മുടെ കുട്ടികളെ വിഷമിപ്പിക്കുകയാണോ, നമ്മൾ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ അവിടെ ആരെങ്കിലും വിഷമിപ്പിക്കുകയാണോ, നമ്മുടെ ഫ്രണ്ട്സിനെ വിഷമിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം വിഷമിക്കുന്ന കുറേ ഘട്ടങ്ങളുണ്ട്. ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ: നമുക്ക് പോസിറ്റീവ് ആണ്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ജസ്റ്റ് റിമെമ്പർ, നമ്മൾ വേറൊരാളെ ചവിട്ടിയിട്ടാവരുത് നമ്മുടെ സന്തോഷം കണ്ടെത്തുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. ഒരു ജസ്റ്റ് ഒരു തോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പൊ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഇഷ്ടമായി എന്നുള്ളതോ ഇഷ്ടമല്ലെങ്കിലോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ടേക്ക് കെയർ.